ഹായ്, ഇത് നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് കോട്ടിങ്ങേ ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് നമ്മളെ കൂട്ടിൻ്റെ ഉള്ളിൽ ഈ ബേഡ്സിനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ, മരത്തിൻ്റെ ഒരു കൊമ്പ്. ഇതെന്താ വെച്ചാൽ നമുക്ക് ഉള്ളിൽ ഫൗണ്ടെയിൻ മാതിരി വെള്ളം വാട്ടർഫാൾസ് മാതിരി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു PVC പൈപ്പ് നമ്മൾ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. ഇനി നമുക്ക് അവിടെ ഒരു വെള്ളം വരാനുള്ള ഒരു ഫൗണ്ടെയിൻ മാതിരി ഉണ്ടാക്കും വേണം. അപ്പോൾ ഈ പഴയ കല്ലും സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈപ്പിൻ്റെ കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഉള്ളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ പൈപ്പിൻ്റെ പൈപ്പ് ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. ഇനി ബാക്കി നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ കോൺക്രീറ്റ് എന്നും ചെറിയ മെറ്റലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് വെച്ചിട്ട് ബേസ്മെൻറ്റ് ഉണ്ടാക്കുകയാണ് ആ ഫൗണ്ടെയിനിൻ്റെ. വെള്ളം നേരെ ഒഴുകി പോകണ മാതിരി ഒരു സ്ലോപ്പും ഉണ്ട്. ഇത് നമ്മൾ ഇന്നലെ ചെയ്തതിന് സെക്കൻഡ് കോട്ടിങ് കൊടുത്തതാണ്. സിമെൻറ്റ് നല്ല കട്ടിയിൽ നല്ല സെക്കൻഡ് കോട്ടിങ് കൊടുത്തിരിക്കണം. വെള്ളം ചോർച്ചയൊന്നുമില്ല. ഇതുകൂടെ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഇന്ന് നമ്മളെ വർക്ക് കഴിഞ്ഞപ്പോഴത്തേന് ഈവനിങ് ആയിട്ടോ, ഇരുടായി പോയി. അതുകൊണ്ട് വീഡിയോൻ്റെ കളറൊക്കെ കുറഞ്ഞു. എന്തായാലും ഇന്ന് ഫൗണ്ടെയിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് നാളെ കാണാം കേട്ടോ. എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ.